എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നല്ല രീതിയിലുണ്ടായിരുന്ന ഇന്ത്യ അമേരിക്കൻ ബന്ധം വഷളായത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകൾ അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പെടാപ്പാട് വിടുന്നത്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ പല പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധിക താരിഫ്, എക്സ്ട്രാ താരിഫ് എല്ലാ രാജ്യങ്ങളുടെ മേൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും എന്നുള്ളൊരു വാർത്ത പുറത്തു. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ, ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ മേൽ അമേരിക്ക ഏകദേശം 25 തൊട്ട് 35-40% വരെ താരിഫ് അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇത് ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഇപ്പോൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ എക്സ്ട്രാ താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ മെഷർമെൻറ്റ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഇമ്പാക്റ്റ് പുറത്തു വരുള്ളൂ. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും ഒരു ഡെഡ് എക്കണോമി ആണെന്നാണ്. അപ്പോൾ ഡെഡ് എക്കണോമി ആണെങ്കിൽ അമേരിക്കയിലെ വൻകിട ബിസിനസ്സുകാർ, വൻകിട കമ്പനികൾ കോടികളാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു വീഡിയോയിൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ, ഗൂഗിൾ, ടെസ്ല, മൈക്രോസോഫ്റ്റ്, അങ്ങനെയുള്ള വൻകിട അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയാണ്. ഗൂഗിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈദരാബാദിൽ ഏകദേശം 52,000 കോടിയാണ് ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ കോർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ 52,000 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഡ് എക്കണോമി ആണെങ്കിൽ എന്തിനാണ്, അതായത് അമേരിക്കയുടെ ഐക്കോണിക് കമ്പനിയായ, ഐക്കോണിക് ബിസിനസ് സ്ഥാപനമായ ഗൂഗിൾ ഇന്ത്യയിൽ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള വളരെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അത് ബേസിക്കലി 25% ടാക്സ് എക്സ്ട്രാ താരിഫ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ നിർമ്മിച്ചെടുത്ത ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ ഒരു ടാക്സും കൂടാതെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ എന്താ പറയുക, ബേസിക്കലി ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഒരുപാട് എന്താ പറയുക, കർഷകർ ഇവിടെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നടുവൊടിക്കുന്ന ഒരു ഡിസിഷൻ, ഒരു തീരുമാനം ഇന്ത്യ ഒരിക്കലും എടുക്കില്ല. അപ്പോൾ അവരെ സംരക്ഷിച്ച് കൊണ്ട് തന്നെ, അതായത് ഇന്ത്യയുടെ കോറായ കാര്യത്തിൽ നിലനിന്ന് കൊണ്ട് തന്നെ അത്തരത്തിൽ നിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. അപ്പോൾ അത് ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയും ചൊടിപ്പിച്ചു. ഇത് ശരിക്കും ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമാണ് ഈ ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് അങ്ങനത്തെ രാജ്യങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുന്നത്. അപ്പോൾ ഇന്ത്യ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് നടക്കില്ല, ഇവർ നടക്കില്ല എന്ന് പറഞ്ഞു. അത് ശരിക്ക് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. 25% താരിഫാണ് ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം അതിന് ഇന്ത്യ അധികം വില കൽപ്പിച്ചില്ല കേട്ടോ. അതായത് പട്ടിയുടെ വില പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കിന് ഇന്ത്യ കൽപ്പിച്ച് നൽകിയില്ല. അപ്പോൾ അതിനുശേഷം ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടുത്ത കാർഡിറക്കി. അതായത് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഇനി ഓയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എക്സ്ട്രാ 10% താരിഫും കൂടി അടിച്ചേൽപ്പിക്കുക. അപ്പോൾ ടോട്ടൽ 35%. അപ്പോൾ ഇന്ത്യ അതിനും ആ വാക്കിന് പോലും, പട്ടിയുടെ വില പോലും കൽപ്പിച്ചു കൊടുക്കുന്നില്ല. അതൊരു വ്യക്തമായ കാരണങ്ങളുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിനും ഇന്ത്യ എന്താ പറയുക, ചെവി കൊടുക്കുന്നില്ല കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്താ ചെയ്തെന്നറിയോ, റഷ്യയുമായിട്ട് സൈനിക സഹകരണം ഇനിയും തുടരുകയാണെങ്കിൽ ശരിക്കും 100% താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണ് ട്രംപ് അവസാനം മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനും ഇന്ത്യ എന്താ പറയുക, വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ലൈൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ തന്നെ ബ്രിക്സ് എന്ന് പറയുന്ന ഇത് ഏകദേശം 4-5 വർഷം മുന്നേ തന്നെയാണ് ബ്രിക്സ് എന്നൊരു രാജ്യങ്ങളുടെ സഖ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇത് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്താണെന്ന് പറയുക, റുപ്പിയിലും റൂബിളിലുമാണ്. അത് ശരിക്കും ഡോളറിലല്ല, മുമ്പ് ഡോളറിലായിരുന്നു. ശരിക്കും ഉക്രൈൻ റഷ്യ വാറിന് ശേഷമാണ് ഇന്ത്യ റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം ഈ എന്താ പറയുക റൂബിളിലും റുപ്പീസിലും ആക്കിയത്. അപ്പോൾ ശരിക്കും അങ്ങനെ സംഭവം ഡോളറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഡോളറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് മുഖേന ഉണ്ടാകുന്ന എന്താ പറയുക, എപ്പോഴും അമേരിക്കൻ ബാങ്കിന് വലിയൊരു ഭീമമായ തുകയാണ് ലോകത്ത് നടക്കുന്ന പല ഡീലുകളും അമേരിക്കക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ, ബ്രിക്സിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു ബ്രിക്സ് കറൻസി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഡോളറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും അമേരിക്കയും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ, അതായത് ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ഒരു കോമൺ കറൻസി ഉപയോഗിച്ചിട്ട് അവർ തമ്മിലുള്ള ഡീലുകൾ, അവർ പലതരം ഒരുപാട് ബ്രിക്സിൽ ആദ്യം ഉണ്ടായത് 4-5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, UAE ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ ബ്രിക്സിൽ പങ്കാളികളായി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ
ഈ ബ്രിക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇന്ത്യയുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രിക്സ് എന്ന് പറയുന്ന സാധനം ഡിസോൾവ് ചെയ്യണം, അത് പിരിച്ചുവിടണം, അങ്ങനെ ഒരു രാജ്യങ്ങളുടെ സഖ്യം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അമേരിക്ക പേടിപ്പെടുത്തുന്ന കാര്യം തന്നെ ഇവരൊരു കറൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഡോളറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിയും. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ ആകെ എന്താ പറയുക പേടിപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്ത്യ എന്തുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കിനെ, അതായത് എക്സ്ട്രാ താരിഫ് 100% താരിഫ് അടിച്ചു തരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയില്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ത്യ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് ഓൾറെഡി ഇപ്പോൾ അവിടുത്തെ വൻകിട കമ്പനി കോർപ്പറേറ്റ് മുതലാളിമാർ, അത് ഗൂഗിൾ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ പറഞ്ഞു. അതായത് ടെസ്ലയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്, 1.45 ബില്യൺ ആൾക്കാരുള്ള ഒരു വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആൾക്കാർ പർച്ചേസിങ് കപ്പാസിറ്റി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 60-70% ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ വലിയ കാറുകൾ, അതായത് മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഇപ്പം വലിയ കാറുകളാണ് വാങ്ങുന്നത്. പർച്ചേസിങ് കപ്പാസിറ്റി കൂടി. ശരിക്കും ഇന്ത്യക്കാരുടെ പർച്ചേസിങ് കപ്പാസിറ്റി ശരിക്കും അറിഞ്ഞത് അമേരിക്കയിലെ വൻകിട ബിസിനസ്സുകാരനെ. എന്നിട്ട് പോലും ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യ വലിയ രീതിയിൽ വില കുറച്ച് കാണുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറയുണ്ടായി, ഇന്ത്യ നമ്മൾ പാകിസ്ഥാനായിട്ട് വലിയൊരു എണ്ണ സംസ്കരണം വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോവാണ്. ഭാവിയിൽ എന്താ പറയേണ്ടത്, ഇന്ത്യ പാകിസ്ഥാനിൻ്റെ പക്കൽ നിന്ന് എണ്ണ വാങ്ങേണ്ട ഒരു ദുരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാകും എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് തട്ടിവിട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ അങ്ങനെ ഒരു എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ല, അതിൻ്റെ പോസിബിലിറ്റി 0 ആണെന്ന് തന്നെ അതായത് അവിടുത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ആരോ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ മേക്കിട്ട് കയറി കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകും എന്താ പറയേണ്ടത് ഈ അമേരിക്കക്ക് തന്നെയാണ്. അപ്പോൾ അമേരിക്ക വലിയ രാജ്യം തന്നെയാണ്, അതായത് അമേരിക്കയോട് ഡയറക്റ്റ് ഏറ്റുമുട്ടാനൊന്നും ഇന്ത്യക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ ഈ ബ്രിക്സ് എന്ന ഒരു സംഭവം ഉള്ളത് തന്നെയാണ് അമേരിക്ക പേടിപ്പെടുത്തുന്നത്. അതായത് ഇവരൊക്കെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ കറൻസി ആക്കി കഴിഞ്ഞാൽ ഡോളറിൻ്റെ കാര്യം പരിപ്പളകും. അതായത് ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ സംഭവിച്ച വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ റഷ്യയായിട്ട് ഓയിൽ വാങ്ങുന്നത് ഈ ഇന്ത്യ റൂബിൾ ഇതിലാണ്. ഇപ്പോൾ തന്നെ റഷ്യയിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും ഇവിടത്തേക്ക് നേരിട്ട് NRI ഇത് ഉപയോഗിച്ചിട്ട് ക്യാഷ് അയക്കാം. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SBI കനറ ബാങ്ക് എന്ന് വെച്ചാൽ അവർ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് വെഞ്ചർ റഷ്യയിലുള്ള ബാങ്കുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പൈസയൊക്കെ അയക്കാൻ സഹായം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, റഷ്യൻ ബാങ്കുകൾ തന്നെ ഡൽഹിയിലും മുംബൈയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ കേസ് ഇപ്പം എന്താ പറയേണ്ടത്, ഇന്ത്യ എണ്ണ വാങ്ങി, റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങി, ആ പൈസ ഇവിടുത്തെ എന്താ പറയേണ്ടത് റുപ്പീസായിട്ട് ഇവിടുത്തെ റഷ്യൻ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് കാശ് കിട്ടും. അതുപോലെ തന്നെ റഷ്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മുമ്പൊക്കെ ഒരുപാട് സമയം എടുക്കും, 1-2 ദിവസം എടുക്കും ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട്, ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് നേരിട്ട് റഷ്യൻ ബാങ്കിൽ അവിടെ പണം അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡൽഹിയിൽ മുംബൈയിൽ പെട്ടെന്ന് ക്രെഡിറ്റ് ആവുന്നുണ്ട്. 2 മണിക്കൂർ കൊണ്ട് കാര്യം നടക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ അതായത് സൈലൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് അമേരിക്ക എന്താ പറയുക ചൊടിപ്പിച്ചിരിക്കുന്നത്. വെറുതെ അല്ല, നരേന്ദ്രമോദി എത്രയും കോൺഫിഡൻസോട് കൂടി അമേരിക്കയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു പരസ്യ വെല്ലുവിളിയല്ല, ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ആരും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നയമല്ല ഇന്ത്യ മുമ്പേ സ്വീകരിച്ചു വന്നത്. പക്ഷേ ഞങ്ങളോട് ആരും കളിക്കാൻ വന്നു കഴിഞ്ഞാൽ മറുപണി നന്നായിട്ട് 8ൻ്റെ പണി എന്താ പറയുക തിരിച്ച് തരുന്നില്ല, ഒരു ക്ലിയർ മെസ്സേജ് തന്നെ. അതായത് ഡയറക്റ്റ് മുഖത്ത് നോക്കിയിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് ഈ ബ്രിക്സ് പോലുള്ള സംഭവങ്ങൾ ഇന്ത്യ ആക്റ്റീവായിട്ട് കറൻസി കൊണ്ടുവരാൻ ഇന്ത്യ മുൻകൈയെടുത്ത്, നരേന്ദ്രമോദി മുൻകൈയെടുത്ത് അങ്ങനെ ഒരു ഇനീഷ്യേഷൻ മുന്നോട്ട് വെച്ചാൽ പോലും എന്താ പറയേണ്ടത് റഷ്യയിലും ചൈനയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ജിയോ പൊളിറ്റിക്കലായിട്ട് പലതരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ, റഷ്യ, ചൈന വലിയൊരു എന്താ പറയേണ്ട ഒരു കോമ്പിനേഷൻ വരാൻ പോവുകയാണ്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എന്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നട്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ ചലനങ്ങൾ ശരിക്കും ഓൾറെഡി ഇപ്പോൾ അമേരിക്കൻ എക്കണോമിയിൽ നല്ല രീതിയിൽ കാണാനുണ്ട്. അതായത് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല ഭരിക്കുന്നത്, ട്രംപിൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നാണ്. അപ്പോൾ എത്ര കാത്തിരിക്കാൻ നമുക്ക്, ഇയാൾ എത്ര കാലം ഈ കസേരയിലിരിക്കുമെന്ന്. അപ്പോൾ എന്ത് തന്നെയാണ് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും ദിവസങ്ങളുണ്ടാവും. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.